പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സുധാ സജി. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്നത് ഒരു കഥയാണ്. കഥയുടെ പേര് ഒരു ചക്രവർത്തിയുടെ സ്വപ്നം. ഒരിടത്തൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യം പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സുഗമമായ ഭരണ നിർവഹണത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ രാജ്യത്തെ 3 നാട്ടുരാജ്യമായി വിഭജിക്കുകയും 3 നാട്ടുരാജാക്കന്മാരിൽ ഭരണം ഏൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ രാജ്യാധികാരം രാജാക്കന്മാർക്ക് ഭരണാധികാരം ഏൽപ്പിക്കുന്നതിന് മുന്നേ 3 കാര്യങ്ങളാണ് അവരോട് പറഞ്ഞിരുന്നത്. ഒന്ന്, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയായിരിക്കണം. രണ്ടാമതും പറഞ്ഞത് സത്യസന്ധതയാണ്. സത്യസന്ധത ഏറ്റവും മൂല്യവത്തായ, നമ്മൾ എപ്പോഴും പാലിക്കേണ്ട ഒന്നാണ് സത്യസന്ധത. ഒരു വ്യക്തി അവരോട് തന്നെ സത്യസന്ധത പുലർത്തുന്നയാൾ മാത്രമേ അവരുടെ ഏത് മേഖലയിലും പ്രവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മയ്ക്കായാലും രാജ്യ നന്മയ്ക്കായാലും ആ സത്യസന്ധത അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വ്യക്തികളുടെ സത്യസന്ധതയ്ക്ക് ഏതു മേഖലയിലും ശ്രേഷ്ഠമായ പദവിയാണ് നൽകേണ്ടത്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഓരോ വ്യക്തിയും തൻ്റെ കഴിവിനെ സമൂഹ നന്മയിലേക്ക് പരമാവധി പ്രയോജനപ്പെടുത്താതെയും പരമാവധി സംഭാവന നൽകാതിരിക്കുമ്പോഴാണ് അവിടെ പരാജയമുണ്ടാകുന്നത്. ഓരോ പ്രജകളിലേക്കും ഈ ഒരു ബോധം നൽകി അവരെ ഉയർത്തുകയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് ചുമതല ഏൽപ്പിച്ച് സന്തോഷത്തോടെ 3 നാട്ടുരാജാക്കന്മാരും അവർ ശ്രേഷ്ഠമായ ഭരണം കാഴ്ചവെക്കുകയും എല്ലാ വർഷവും ചക്രവർത്തിയുടെ മുന്നിൽ രാജ്യത്ത് വിഭാവനം ചെയ്ത പരിഷ്കാരങ്ങളും അഭിവൃദ്ധികളും എല്ലാം ചർച്ച ചെയ്തു. ഓരോ വർഷവും വരുന്ന അവരുടെ ആ കൂടിയാലോചനകളിൽ രാജാവ് എപ്പോഴും ഊന്നൽ കൊടുത്തിരുന്നത് തൻ്റെ രാജ്യത്തിൻ്റെ സ്വത്തായ യുവജനങ്ങളുടെ കാര്യക്ഷമതയ്ക്കും സ്കില്ലിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ ഭരണം മുന്നോട്ട് പോകേണ്ടതെന്ന് എപ്പോഴും അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നു. പോകെ ഈ 3 നാട്ടുരാജാക്കന്മാരും അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ടുവരികയും രാജാവ് കൽപ്പിച്ചിരുന്ന റൂൾസിൽ നിന്ന് വ്യതിചലിക്കാനും തുടങ്ങി. പ്രജകളിലേക്ക് സ്വർഗം എന്ന ഒരു ടാർഗറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തു. അതായത് തങ്ങൾ വിഭാവനം ചെയ്യുന്ന തത്വസംഹിതയിലൂടെ പോയാൽ നമുക്ക് കുറുക്കു വഴിയിലൂടെ സ്വർഗരാജ്യം കിട്ടും. അതുകൊണ്ട് കർമ്മ മേഖലയെ ഏറ്റവും അവർക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത രീതിയിലായി അവരുടെ ഭരണ പരിഷ്കാരങ്ങൾ. തങ്ങളുടെ നാട്ടുരാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടാനും അംഗബലം കൂട്ടാനുമായിട്ട് അവരെല്ലാ കുതന്ത്രങ്ങളും മെനയാൻ തുടങ്ങി. അതുപ്രകാരം അവർ വിഭാവനം ചെയ്ത ആശയങ്ങളെല്ലാം തന്നെ രാജ്യ നന്മയ്ക്ക് വിരുദ്ധമായി തീർന്നു. ഇതറിഞ്ഞ് ജനങ്ങളിലും ആകെ പരിഭ്രാന്തിയായി. ഏത് ഞങ്ങൾ ഫോളോ ചെയ്യണം? 3 പേരും 3 വേർഷനാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. പോകെ ജനങ്ങളുമാകെ കൺഫ്യൂഷനായി തീർന്നു. പരസ്പര സ്നേഹമില്ലായ്മയായി, തമ്മിൽ ഹിംസാ രീതിയിലുള്ള പ്രവർത്തനമായി, പല പ്രജകളെ തമ്മിൽ ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ സമൂഹത്തിൽ ഇവരുടെ ചിന്താധാരയിലും ഇവരുടെ കർമ്മ മേഖലയിലും എല്ലാം ശുദ്ധമല്ലാത്ത കാര്യങ്ങളാണ് സമൂഹത്തിൽ ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തത്. തൻ പ്രകാരം ജനങ്ങളാകെ അരാജകത്വത്തിലേക്ക് മുന്നോട്ട് പോയി. ചക്രവർത്തി ഇതെല്ലാം അറിഞ്ഞ് അതീവ ദുഃഖത്തിലായി. തൻ്റെ രാജ്യത്തിൻ്റെ ഈ ഒരു പോക്ക് നന്മയിലെ പാതയിലേക്കല്ലല്ലോ എന്നുള്ള ദുഃഖമായി. അദ്ദേഹം പതിവ് പോലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. സ്വപ്നത്തിൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്നും ഒരു കത്ത് ലഭിക്കുന്നു. ആ കത്തിൽ സ്വർഗത്തിലേക്കുള്ള 3 വിസിറ്റിംഗ് വിസയായിരുന്നു. അദ്ദേഹം ഉണർന്നതിന് ശേഷം അദ്ദേഹം ഭടന്മാരെ വിട്ട് 3 നാട്ടുരാജാക്കന്മാരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 വിസിറ്റിംഗ് വിസ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും യോഗ്യരായ നിങ്ങൾ 3 പേരുമാണ്. കാരണം നിങ്ങൾ നാട്ടുരാജ്യത്തിൽ നടത്തുന്ന പരിഷ്കാരങ്ങളെല്ലാം പ്രജകളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ തന്നെയാണ് അതിന് യോഗ്യതയുള്ളവർ. അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ തയ്യാറായി കൊട്ടാരത്തിൽ വരിക. സ്വർഗത്തിൽ നിന്ന് അവിടെ നിന്നുള്ള വാഹനം വരും. നിങ്ങൾക്ക് പോയി 3 ദിവസത്തെ സ്വർഗരാജ്യം വിസിറ്റ് ചെയ്തിട്ട് വരിക. അതിനുശേഷം നിങ്ങൾ അവിടെ കാണുന്ന കാഴ്ചകൾ എനിക്ക് റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുക. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഏതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള
ശരിയായ റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞു. അതുപ്രകാരം പിറ്റേ ദിവസം തന്നെ ഈ 3 നാട്ടുരാജാക്കന്മാരും അവർ പ്രതിദാനം ചെയ്യുന്ന നാട്ടുരാജ്യത്തിൻ്റെ ഡ്രസ് കോഡും ടാഗും എല്ലാം ധരിച്ച് കൊട്ടാരത്തിലെത്തി. അങ്ങനെ കൃത്യസമയത്ത് തന്നെ പറഞ്ഞ പ്രകാരം തന്നെ സ്വർഗത്തിൽ നിന്നും ആ ഔദ്യോഗിക വാഹനം വന്നു. അവർ അതിൽ കയറി ഒരു നിമിഷം കൊണ്ട് തന്നെ സ്വർഗരാജ്യത്തിലേക്ക് എത്തി. സ്വർഗരാജ്യത്തിലേക്ക് അവരെത്തുകയും ഇവരെ ഇറക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹണ കഴിഞ്ഞ ശേഷം അദ്ദേഹം ആ ഒരു സ്ഥലത്തുനിന്നും പിൻവാങ്ങി. അതിനുശേഷം അവരെ സ്വീകരിക്കാനായിട്ട് അകത്തുനിന്ന് അങ്ങേയറ്റം തേജസ്സുള്ള ഒരു വ്യക്തി ഇറങ്ങി വരികയും ഇവരെ സ്വീകരിച്ച് വിസിറ്റിംഗ് റൂമിൽ 3 പേരെ ഇരുത്തി. അദ്ദേഹം അവരോട് പറഞ്ഞു, ഇന്ന് നമുക്ക് സ്വർഗരാജ്യം വിസിറ്റ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. നാളെ രാവിലെ രാജ്യം വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഗൈഡുണ്ട്. അവർ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എല്ലാം ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നതാണ്. നിങ്ങൾക്ക് 3 റൂം ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ റൂമിൽ നിങ്ങൾ ഇന്ന് വിശ്രമിച്ചോളുക. 3 പേരോടെ നിങ്ങൾക്ക് വിശ്രമിക്കാനായിട്ട് 3 റൂം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വിശ്രമിക്കുക. നാളെ കൃത്യം 9 മണിക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് സ്വർഗത്തിനെ റെപ്രസെൻ്റ് ചെയ്ത ആൾ വരും. ആ ഗൈഡ് നിങ്ങളെ എല്ലാം ചുറ്റി നടന്നും കാണിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ 3 രാജാക്കന്മാരും എപ്പോഴാണോ ആ സ്വർഗത്തിൻ്റെ ആ പ്രവേശന കവാടത്തെത്തിയപ്പോൾ അവരനുഭവിച്ച സ്വർഗീയ ആനന്ദം, അല്ലെങ്കിൽ സ്വർഗീയ സുഗന്ധം, ഒരു വിശുദ്ധിയുടെ പരിവേഷത, ഇതെല്ലാം അവർ 3 പേരും അനുഭവിച്ചറിയുകയാണ്. ഈ 3 പേരും തമ്മിൽ നോക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താണ് ഞങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേട്ടിട്ടുള്ളൂ, പക്ഷെ അവർ അനുഭവിച്ചറിയുകയാണ് ആ ശാന്തത, ആ സുന്ദരമായ, അവർക്ക് അനിർവചനീയമായ ഒരു ആനന്ദം, ഒരാത്മസംതൃപ്തി എന്നൊക്കെ പറയുന്നത് 3 പേരുടെയും കണ്ണുകളിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി. അവർ തന്നെ ഭൂമിയിൽ നിന്ന് എപ്പോഴാണോ അവർ തിരിച്ച് ആ മനോഭാവമല്ല അവർ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ. അന്നേരം തന്നെ ഇവർക്ക് 3 പേർക്കും 3 പേരും ഒരുപോലെ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു ശാന്തത, എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം? അങ്ങൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ മറുപടി ഞാനല്ല പറയേണ്ടത്. നാളെ നിങ്ങൾ ഈ സ്വർഗം കാണാൻ പോകുമ്പം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ആൻസറും അവിടെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ശാന്തതയോടെ നിങ്ങൾ ഉറങ്ങുക എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം ഒരു കാര്യവും കൂടെ പറഞ്ഞു, നാളെ നിങ്ങളുടെ ഈ 3 ഡ്രസ് കോഡ് ഇവിടെ അനുവദിക്കുന്നില്ല, 3 ടാഗും ഇവിടെ അനുവദനീയമല്ല. കാരണം ഇവിടെ എല്ലാം ഒരേ ഒരു ഭാവമേ ഉള്ളൂ. ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയ തത്വം എന്ന് പറയുന്നത് വിനാശകരമായ നാനാത്വത്തിൽ നിന്ന് നന്മയിലേക്കുള്ള ഏകത്വ ഭാവമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വേഷം തന്നെ നിങ്ങൾക്ക് നാളെ ആ ഗൈഡ് തരുന്നതായിരിക്കും. ആ വേഷം ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാളെ ഞങ്ങളുടെ സ്വർഗരാജ്യം നിങ്ങൾക്ക് കണ്ട് ആനന്ദിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് അദ്ദേഹം അവിടുന്ന് വിട പറഞ്ഞു. എനിക്ക് ഈ കഥയുടെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിലൂടെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇനി എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് സ്വർഗം എന്ന എൻ്റെ കാഴ്ചപ്പാടിനെ പറ്റിയാണ്. നമ്മുടെ നന്മയുടെ ഭാവമാണ് നമ്മുടെ സ്വർഗം. മനസ്സിനെ ചാർജ് ചെയ്യുന്നത്, നന്മയുടെ ചാർജ് വേണോ തിന്മയുടെ ചാർജാണോ നമ്മുടെ മനസ്സിന് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ചാനലിലും ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന വീഡിയോസ് എല്ലാം തന്നെ ഞാൻ ലക്ഷ്യമിടുന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തീരുമാനിക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ, ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ എന്നുള്ളത്. അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം എൻ്റെ പ്രിയപ്പെട്ടവർക്കാണ്. ഇത്രയും ഈ എളിയ വാക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, ലോക സമസ്ത സുഖിനോ ഭവന്തു.